സാധാരണയായി പ്രസംഗിക്കുമ്പോൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടത് മാത്രമേ പറയാറുള്ളൂ. എന്നാൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ വിശ്വസ്തരായ ആളുകളിൽ നിന്ന് കേട്ടതും പറയാറുണ്ട്. ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ അല്ലാഹു അവിടുത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ, ഞങ്ങൾ ഇവിടെ അടുത്തൊരു വീട്ടിൽ മഗ്‌രിബ് നമസ്കാരത്തിന് ഒരുമിച്ച് കൂടിയപ്പോൾ അവിടുന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 25ാം വാർഷിക സമ്മേളനത്തെ സംബന്ധിച്ച് പറഞ്ഞു. മഹാനായ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ അവറുകളാണ് അതിന് നേതൃത്വം കൊടുത്തിരുന്നത് എന്ന് പറഞ്ഞു. ശംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഞാൻ എൻ്റെ ബാപ്പയിൽ നിന്ന് മഹാനവറുകളെ സംബന്ധിച്ച് കേട്ടിട്ടുണ്ട്. എൻ്റെ ബാപ്പ അവരെ കണ്ടിട്ടുണ്ട്. എനിക്ക് കണ്ടത് ഓർമ്മയിൽ ഇല്ല. മഹാനവറുകൾ നമ്മുടെ ഉസ്താദുമാരുടെ ഗുരുവര്യരാണ്. കേരളത്തിലേറെ ആദരിക്കപ്പെട്ട അംഗീകരിക്കപ്പെട്ട ഒരു ആലിമാണ്. അന്നത്തെ ആ പരിപാടിയിൽ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ അവറുകൾ ഓതിയ ആയത്ത് ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ എന്ന ആയത്തായിരുന്നുവെന്ന് ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ അവറുകൾ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഉസ്താദ് അവറുകൾ പരിപാടിയിൽ പങ്കെടുത്തിരുന്നോ എന്ന് ചോദിച്ചു. സമസ്തയുടെ 100ാം വാർഷികമാണല്ലോ, സെന്റിനറി നടക്കാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ നമ്മുടെ സംഘടനകളുടെ പരിപാടികൾ പലതും നടന്നതും കേരള യാത്ര നടന്നതൊക്കെ. സമാപനത്തിലും തുടക്കത്തിലുമൊക്കെ അതേപോലെ കഴിയുന്ന സ്ഥലങ്ങളിലൊക്കെ റഈസുൽ ഉലമയും വന്ന് നമ്മെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ ഒരു 75 വർഷം ഏതായിരുന്നാലും 25ാം വാർഷികം കഴിഞ്ഞിട്ട് ആയല്ലോ. ആ നിലയ്ക്ക് ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, ആ പരിപാടിയിൽ ഉസ്താദ് പങ്കെടുത്തിരുന്നോ? 25ാം വാർഷികത്തിൽ എന്നോട് പറഞ്ഞു ഞാനത് പങ്കെടുത്തിരുന്നു. അങ്ങനെ പങ്കെടുത്തപ്പോൾ അന്ന് ഓതിയ ആയത്ത് ഇതാണ്, ഖുതുബി ഉസ്താദ് അവറുകൾ ഓതിയ ആയത്ത് ഇതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഉസ്താദ് അവറുകൾക്ക് അന്ന് എത്ര വയസ്സുണ്ടാവുമായിരുന്നു എന്ന് ചോദിച്ചു. അതെന്നോട് പറഞ്ഞു, ഞാനിപ്പോൾ നിങ്ങളോടത് പറയുന്നില്ല. അത് പറയുന്നത് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഏതായാലും വയസ്സ് പറഞ്ഞു, പ്രായപൂർത്തിയായിട്ടുണ്ട് എന്ന് ഞാനത് പറഞ്ഞപ്പോൾ കേട്ടപ്പോൾ മനസ്സിലാക്കി. അപ്പൊ പ്രായപൂർത്തിയായ സമയത്ത് തന്നെയാണ് അതിൽ പങ്കെടുത്തത്. അന്ന് മഹാനായ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ അവറുകൾ പ്രസംഗിച്ചത് മൈക്കിലായിരുന്നോ അല്ലാതെയായിരുന്നോ എന്ന് ഞാൻ ചോദിച്ചു. മൈക്കിലായിരുന്നു എന്നെന്നോട് പറഞ്ഞു. അതെനിക്കൊരു പുതിയ വിവരമാണ്. ഞാനത് ചോദിക്കാനുള്ള കാരണവും ഉസ്താദ് അവറുകളോട് ആ സമയത്ത് വിശദീകരിച്ചു. സുഹൃത്തുക്കളെ, അപ്പൊ എല്ലാം കണ്ടതേ പറയൂ എന്ന് പറഞ്ഞാൽ നടക്കൂലല്ലോ. ചിലത് കേട്ടതും പറയേണ്ടി വരും.